ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായി ചേരാൻ പോകുന്നത് പോക്കോയുടെ X2യെ കുറിച്ചാണ്. സോ അതിൻ്റെ റിവ്യൂസിലേക്കും അതിൻ്റെ അൺബോക്സിങ്ങിലേക്കും പോകും. സോ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരും ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. സോ ജസ്റ്റ് ഒന്ന് അൺബോക്സിങ് ചെയ്യുമ്പോൾ നമുക്ക് ഫസ്റ്റ് ഒരു ബാക്ക് പൗച്ച് കിട്ടുന്നുണ്ട്. ഒരു ട്രാൻസ്പെറൻറ്റ് ബാക്ക് പൗച്ചാണ്. അതുപോലെ തന്നെ സിം ഇഞ്ചക്ടർ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു ഹാൻഡ് സെറ്റ് വരുന്നുണ്ട്. ഇതൊരു മാട്രിക്സ് പർപ്പിൾ കളറാണ്. അറ്റ്ലാന്റിസ് ബ്ലൂ, ഫിയോണിക്സ് റെഡ് എന്നീ കളേഴ്സിലും ഈ സെറ്റ് വരുന്നുണ്ട്. 27 വാട്ട്സ് ഫാസ്റ്റർ ചാർജിങ് അഡാപ്റ്ററും അതുപോലെ തന്നെ സി ടൈപ്പ് കേബിളാണ് വരുന്നത്. ഇതൊരു ചൈനീസ് ബ്രാൻഡാണ്, പക്ഷേ മെയ്ഡ് ഇൻ ഇന്ത്യയാണ്. ഇതിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് 208 ഗ്രാമാണ്. ഇതൊരു ജോർജസ് ഡിസൈനിലാണ് ഇറക്കിയിട്ടുള്ളത്. ഈ ഒരു മൊബൈൽ അപ് ടു 8 GB റാമും അതുപോലെ തന്നെ അപ് ടു 256 GB റോമും വരുന്നുണ്ട്. പവർ ബട്ടണിൽ തന്നെയാണ് ഇതിൻ്റെ ഫിംഗർ പ്രിൻറ്റ് സെൻസർ കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഡൗണിലേക്ക് വരുമ്പോൾ സ്പീക്കേഴ്സും മൈക്കും സി ടൈപ്പ് പോർട്ടും അതുപോലെ തന്നെ 3.5mm ഇയർ ജാക്കാണ് വരുന്നത്. ഡുവൽ സിം ആണ് വരുന്നത്. 4G വോൾട്ടി അതുപോലെ തന്നെ വൈഫൈയും ഇതിൽ സപ്പോർട്ടഡ് ആണ്. 6.67 ഇഞ്ചസ് വരുന്ന ഫുൾ HD പ്ലസ് IPS LCD ഡിസ്പ്ലേ ആണ് വരുന്നത്. പ്ലസ് ഗൊറില്ല ഗ്ലാസ് 5ൻ്റെ പ്രൊട്ടക്ഷനോട് കൂടിയിട്ടാണ്. 120 ഹെഡ്സിൻ്റെ സൂപ്പർ സ്മൂത്ത് റീഫ്രഷ് റേറ്റ് വരുന്നുണ്ട്. അതുപോലെ തന്നെ HDR10ൻ്റെ സപ്പോർട്ടോട് കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഇതൊരു ഗുഡ് ക്ലാരിറ്റി LCD ഡിസ്പ്ലേ ആണെന്ന് തന്നെ പറയാം. അതുപോലെ തന്നെ ഡാർക്ക് മോഡ് ഫീച്ചർ ഇതിൽ അവൈലബിൾ ആണ്. MIUI 11 സ്കിന്നിൽ വരുന്ന ആൻഡ്രോയിഡ് 10 ആണ് ഇതിൻ്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ക്വാൽക്കത്തിൻ്റെ സ്നാപ്ഡ്രാഗൺ 730G ആണ് ഇതിലുള്ള ചിപ്പ് സെറ്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ബെറ്റർ ഗെയിമിംഗ് പെർഫോമൻസും നമുക്ക് ലഭിക്കുന്നുണ്ട്. ലിക്വിഡ് കൂളിംഗ് സിസ്റ്റവും ഇതിൽ കമ്പനി കൊണ്ടുവന്നിട്ടുള്ളൂ എന്നതാണ് വാസ്തവം. സോ പ്രീ ഇൻസ്റ്റാൾഡ് ഗെയിംസും അതുപോലെ തന്നെ ആപ്സും നമുക്കിതിൽ ലഭിക്കുന്നതാണ്. കൂടാതെ ഫ്രണ്ടിൽ ഡുവൽ സെൽഫീസ് വരുന്നുണ്ട്. 20 MP പ്ലസ് 2 MP ആണ്. റിയറിൽ കോഡ് ക്യാമറ സെറ്റപ്പാണ് കൊണ്ടുവന്നിട്ടുള്ളത്. സോണി IMX686 എന്ന മോസ്റ്റ് ഇംപ്രൂവ്ഡ് സെൻസർ വരുന്ന 64 MP ഒരു മെയിൻ ക്യാമറയാണ്. കൂടാതെ 8 MP അൾട്രാ വൈഡും 2 MP ഡെപ്ത് ക്യാമറയും 2 MP മാക്രോ ക്യാമറയും വരുന്നുണ്ട്. 4500 mAh വരുന്ന ഒരു മികച്ച ബാറ്ററി കപ്പാസിറ്റി തന്നെ നമുക്ക് ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ 27 വാട്ട്സിൻ്റെ ഫാസ്റ്റർ ചാർജിങ് ഫെസിലിറ്റി കൂടി അത് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ 6 GB പ്ലസ് 64 GB വേരിയൻറ്റ് വരുന്നത് 17,499 രൂപയാണ്. 6 GB പ്ലസ് 128 GB വരുന്നത് 18,499 രൂപയാണ്. അതുപോലെ തന്നെ ടോപ്പ് മോഡലായ 8 GB പ്ലസ് 256 GB വരുന്നത് 21,499 രൂപയാണ്. ഒരു മിഡ് റേഞ്ച് ലെവലിൽ നമ്മൾ വാങ്ങാൻ ആഗ്രഹിക്കുന്ന ഒരു സ്മാർട്ട് ഫോൺ എങ്ങനെ ആയിരിക്കണം എന്നാണ് നമ്മുടെ മുമ്പിൽ ഇപ്പോൾ പോക്കോ X2 കാണിച്ചു തന്നിട്ടുള്ളത്. ഒരു രക്ഷയില്ല മച്ചാനെ, പൊള്ളി സാധനം എന്ന് പറഞ്ഞാൽ ഒരു പൊള്ളി സാധനം തന്നെയാണ്. അപ്പോൾ ഇത് വാങ്ങാൻ ആഗ്രഹിക്കുന്ന ആൾ ഒട്ടും തന്നെ നിങ്ങളുടെ ടൈം വേസ്റ്റ് ചെയ്യാണ്ട് പോയിട്ട് വാങ്ങുക. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് ഒരു വീഡിയോയിൽ ഒരു അപ്കമിങ് മൊബൈലുമായിട്ട് വീണ്ടും കാണുന്നതാണ്. സോ ഹിയർ വൈൻഡിങ് അപ്പ്. ബൈ ബൈ. താങ്ക് യു.